കെ.ആർ. മീരയുടെ തൂലികയിൽ വിരിഞ്ഞ ഏറ്റവും ശക്തവും രാഷ്ട്രീയമായ നോവലുകളിലൊന്നാണ് യൂദാസിന്റെ സുവിശേഷം. സ്നേഹവും രാഷ്ട്രീയവും ചതിയും കുറ്റബോധവും ഇത്രമേൽ തീവ്രമായി ഇഴചേർന്ന മറ്റൊരു കൃതി മലയാളത്തിൽ കുറവായിരിക്കും. നക്സൽ പ്രസ്ഥാനങ്ങളുടെ പശ്ചാത്തലത്തിൽ പോലീസിന്റെ ക്രൂരമായ മർദ്ദനമുറകൾക്കും ഭരണകൂട ഭീകരതയ്ക്കും ഇടയിൽ പെട്ടുപോയ മനുഷ്യരുടെ കഥയാണിത്. പ്രധാനമായും പ്രേമ എന്ന പെൺകുട്ടിയുടെയും യൂദാസ് എന്ന് വിളിക്കപ്പെടുന്ന ദാസന്റെയും വൈകാരിക ലോകത്തിലൂടെയാണ് കഥ വികസിക്കുന്നത്. തന്റെ സഖാക്കളെ ഒറ്റിക്കൊടുക്കേണ്ടി വന്ന ദാസന്റെ തീരാത്ത കുറ്റബോധമാണ് നോവലിന്റെ കേന്ദ്രബിന്ദു. നക്സൽ കാലഘട്ടത്തിലെ യൂദാസായി അവൻ സ്വയം അടയാളപ്പെടുത്തുന്നു. പ്രായവ്യത്യാസങ്ങളെയും സാഹചര്യങ്ങളെയും മറികടന്ന് ദാസനോട് പ്രേമയ്ക്ക് തോന്നുന്ന പ്രണയം വെറുമൊരു കൗമാര കൗതുകവുമല്ല, മറിച്ച് അത് ആഴത്തിലുള്ള ഒരു തപസ്യ പോലെയാണ്. ഭരണകൂടം എങ്ങനെയാണ് വിപ്ലവകാരികളെയും അവരുടെ കുടുംബങ്ങളെയും തകർക്കുന്നത് എന്ന് നോവൽ പച്ചയായി കാണിച്ചു തരുന്നു. ലോക്കപ്പ് മർദ്ദനങ്ങളുടെ ഭീകരത വായനക്കാരെ അസ്വസ്ഥമാക്കും. കെ.ആർ. മീരയുടെ പതിവ് ശൈലിയിലുള്ള തീക്ഷ്ണമായ ഭാഷ ഈ നോവലിന്റെ ജീവനാണ്. ചെറിയ വാചകങ്ങളിലൂടെ വലിയ വൈകാരിക സ്ഫോടനങ്ങൾ നടത്താൻ അവർക്ക് കഴിയുന്നു. ചതിയും സ്നേഹവും ഒരേ നാണയത്തിന്റെ രണ്ടു വശങ്ങൾ മാത്രമാണെന്ന് ഈ നോവൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നോവലിലുടനീളം നിറഞ്ഞു നിൽക്കുന്ന വെള്ളവും കായലും മൃതദേഹങ്ങൾ പൊങ്ങുന്ന കുളങ്ങളും ഒരു പ്രത്യേക അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. ബൈബിളിലെ യൂദാസിനെ പുതിയ കാലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളുമായി കൂട്ടിയിണക്കിയ രീതി സവിശേഷമാണ്. ചരിത്രവും ഭാവനയും രാഷ്ട്രീയവും ഒരുപോലെ ചേർത്തുവെച്ച ഈ കൃതി വായനക്കാരന്റെ ഉള്ളിൽ ഒരു കനലായി അവശേഷിക്കും. വിപ്ലവത്തിന്റെ ബാക്കി പത്രങ്ങൾ എത്രത്തോളം ഭീകരമാണെന്നും സ്നേഹം എങ്ങനെയാണ് ഒരു മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതെന്നും ഈ നോവൽ പറഞ്ഞു തരുന്നു. മലയാളം നോവൽ സാഹിത്യത്തിലെ ഒരു മാസ്റ്റർപീസ് എന്ന് ഇതിനെ വിശേഷിപ്പിക്കാം.